മുദ്രാ വായ്പ 20 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ ബീഹാറിനോ ആന്ധ്രയ്ക്കോ അല്ലല്ലോ, ഇന്ത്യക്ക് മുഴുവൻ കിട്ടുന്നതാണ്. അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന 3 കോടി വീടുകളാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ധാരാളം പദ്ധതികളുടെ ബെനിഫിറ്റ് പരമാവധി കിട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാർഷിക മേഖല അതുപോലെ തൊഴിൽ മേഖല ഇവിടേക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വകയിരുത്തലുകൾ. ഇതിലിപ്പോൾ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള നികുതി ഇളവുകൾ കോർപ്പറേറ്റ് മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ 2047 വികസിത രാജ്യമായിട്ട് മാറ്റാനുള്ള നടപടികൾ ഊന്നൽ നൽകുന്നുണ്ട്, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളത്. അതേസമയം ഈ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബജറ്റിൽ പലതവണ ബീഹാറും പറയുന്നുണ്ട്, ആന്ധ്രാപ്രദേശും പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന രൂപവൽക്കരണത്തിന് വേണ്ടിയാണ് നല്ലൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഹാറിന് ഗയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പദ്ധതികൾക്ക് വൻ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു വിദേശകാര്യ നയം കൂടിയുണ്ട്. അതായത് നേപ്പാളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് KP ശർമ്മ ഒലിയാണ്. KP ശർമ്മ ഒലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം നേരത്തെ ഇരുന്ന മാവോയിസ്റ്റായ പ്രചണ്ഡയേക്കാൾ കൂടുതലായിട്ട് ചൈനയുമായിട്ട് അടുക്കാനും ഇന്ത്യക്ക് ബദലായിട്ട് ചൈനയെ കാണാനും ആഗ്രഹിക്കുന്ന ആളാണ്. നേരത്തെ ഇവിടുത്തെ ഭൂപടമൊക്കെ മാറ്റി വരച്ച് നമ്മുടെ പ്രദേശങ്ങൾ അവരുടേതാണെന്ന് അവകാശപ്പെടുകയും അതുപോലെ മാധേശി കലാപം അവിടെ രൂക്ഷമായപ്പോൾ 2015 അവിടെ അതിന് പ്രേരണ നൽകുന്നത് ഇന്ത്യയാണെന്നൊക്കെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ഇന്ത്യയെ വെറുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഗയ എന്ന് പറയുന്നത് ബുദ്ധനെ ഇന്ത്യയും അതുപോലെ തന്നെ നേപ്പാളുമായിട്ട് ബന്ധിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഗയ അവരെ ധാരാളം ആളുകൾ തീർത്ഥാടനത്തിന് വരുന്ന സ്ഥലമാണ്. ബനാറസ് യൂണിവേഴ്സിറ്റിയിലാണ് നേപ്പാളിൽ നിന്നുള്ള യുവാക്കൾ പഠിക്കുന്നത്, ലക്ഷക്കണക്കിന് യുവാക്കൾ. അതുപോലെ വാരണാസിയും അവർ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പലരും ബുദ്ധൻ്റെ ജന്മസ്ഥലത്തേക്കും പോകാറുണ്ട്, തീർത്ഥയാത്ര നടത്താറുണ്ട്. അപ്പോൾ ആ ബന്ധം ഒരു പിൽഗ്രിം വഴി പിൽഗ്രിം ടൂറിസം വഴി ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു വകയിരുത്തലാണ് അതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ 2 ക്ഷേത്ര ഇടനാഴികൾക്കും അവിടെ സഹായം നൽകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബീഹാർ പാക്കേജ് അത് പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനും അങ്ങനെ പാക്കേജ് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നൽകി ഒരു ചെറിയ കോമ്പൻസേഷൻ അവർക്ക് നൽകുക എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ കേരളത്തിൻ്റെ കാര്യം ഒരിക്കൽ പോലും ഇതിൽ വരുന്നില്ല. കേരളത്തിൻ്റെ പേര് പറഞ്ഞാലും കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള പദ്ധതി പ്രകാരം തികച്ചും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി എറണാകുളത്ത് ഒരു മാൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും ലഭ്യമാക്കുന്ന ഒരു മാൾ തുടങ്ങുന്നു. ഇതുവരെ ഒരു നടപടിയുമായിട്ടില്ല. അതുപോലെ തന്നെ റെയിൽവേയുടെ വകയായിട്ട് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇതെല്ലാം പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒന്നും ആയിട്ടില്ല അതൊന്നും. അപ്പോൾ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു MP ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇനിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ബജറ്റിൽ മാത്രമല്ലല്ലോ അല്ലാതെയുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ ഇതിൻ്റെ വകയിരുത്തിയ ഫണ്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള വകയിരുത്തലുകൾ ജനറലായിട്ടുണ്ടല്ലോ, ആ വകയിരുത്തലുകളിൽ കൂടി നമുക്ക് നേടാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഈ കടുത്ത വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയം തന്നെയാണ്. ബീഹാറിന് കൊടുത്തു, ആന്ധ്രാപ്രദേശിന് കൊടുത്തു, അവരെ അർഹിക്കുന്നത് തന്നെയാണ്. ബീഹാർ ഒരു പിന്നോക്ക സംസ്ഥാനമാണിപ്പോഴും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പുതിയൊരു സംസ്ഥാനമാണ്, അതിൻ്റെ തലസ്ഥാനമൊക്കെ വികസിപ്പിച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇനത്തിലുമുള്ള സാമ്പ്രദായികമായിട്ടുള്ള രീതിയിൽ കിട്ടുന്നതെല്ലാം കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുദ്രാ വായ്പ 20 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ ബീഹാറിനോ ആന്ധ്രയ്ക്കോ അല്ലല്ലോ, ഇന്ത്യക്ക് മുഴുവൻ കിട്ടുന്നതാണ്. അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന 3 കോടി വീടുകളാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ധാരാളം പദ്ധതികളുടെ ബെനിഫിറ്റ് പരമാവധി കിട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മാത്രമല്ല, പൂർവോദയ പദ്ധതി എന്ന് പറഞ്ഞ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പിന് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഗുണപരമായിട്ടുള്ള ധാരാളം പദ്ധതികൾ പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തീരില്ല. പിന്നെ സോളാർ പദ്ധതി അത് വീണ്ടും നടപ്പാക്കുകയാണ്, 1 കോടി വീടുകൾക്ക് കൂടി, നേരത്തെ ഉള്ളത് കൂടാതെ. ഇങ്ങനെ ധാരാളം പദ്ധതികൾ നമുക്കും സ്വീകാര്യമാണ്, നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്.
നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതുകൊണ്ട് ഗുണമില്ല. ഇന്ത്യക്ക് മുഴുവനുള്ള ഗുണത്തിൻ്റെ ഒരു പങ്ക് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റണം ഈ പ്രാവശ്യം. അത് സുരേഷ് ഗോപിയെ പോലുള്ള എം പിമാരും കൂടി അതിനുവേണ്ടി എം പി അല്ലല്ലോ, അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ 2 മന്ത്രിമാരിപ്പോൾ ഉണ്ട്. ആ മന്ത്രിമാർ വഴി നമുക്ക് അത് നേടാൻ കഴിയണം. അതിനുള്ള ഒരു സഹകരണം അവരുമായിട്ട് നടത്താൻ കേരള ഗവൺമെൻറ് തയ്യാറാവണം. പച്ച രാഷ്ട്രീയം പറഞ്ഞ് ഈ അകൽച്ച ഉണ്ടാക്കാതെ ഇത് സ്വീകരിക്കണം. DMK ഗവൺമെൻറ് പച്ച രാഷ്ട്രീയം പറഞ്ഞാൽ അകൽച്ചയാണ് അവർക്കുള്ളത്. പക്ഷേ അത് അങ്ങനെയല്ല. അവരുടെ സൗഹൃദം ഉപയോഗിച്ച് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്നത് നേടുക, അതിലവർ വിജയിക്കുന്നുണ്ട്. അതുപോലെ ഒരു സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അന്തരീക്ഷത്തിൽ കൂടെ പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് ഈ ബജറ്റ് നമുക്ക് ചൂണ്ടി കാണിക്കുന്നത്.